ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ബിഗ് ബോസ് മലയാളം സീസൺ 6 അൺഒഫീഷ്യൽ വോട്ടിംഗ് ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. 9 മത്സരാർത്ഥികളാണ് ഇപ്രാവശ്യം നോമിനേഷൻ എത്തി നിൽക്കുന്നത്. ഈ 9 പേർക്കും ലഭിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽ വോട്ടുകളും ഓരോരുത്തർക്കും വന്നിരിക്കുന്ന പൊസിഷൻ ചേഞ്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. ഈ ആഴ്ചത്തെ നോമിനേഷൻ ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല, ഞായറാഴ്ച വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നെങ്കിൽ ലാൽ സാറിന് ശനിയാഴ്ച ഷൂട്ടിന് വരാൻ സാധിച്ചിട്ടില്ല, ഞായറാഴ്ചയായിരിക്കും അദ്ദേഹം വരുന്നതും എവിക്ഷൻ പ്രക്രിയ നടത്തുന്നതും. അതല്ലെങ്കിൽ മേ ബി ശനിയും ഞായറും ലാൽ സാർ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവാൻ സാധ്യതയില്ല, അതിനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ വ്യക്തികൾ തന്നെയായിരിക്കും അടുത്ത ആഴ്ചയും നോമിനേഷൻ ഉണ്ടാകാം. വീഡിയോയിലേക്ക് പോകാം. ഒന്നാം സ്ഥാനത്തുള്ളത് ജിൻഡോ ആണ്. 5,55,990 വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് 1-ലാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ജാസ്മിൻ ആണ്. 4,29,004 വോട്ടുകളാണ് ഇതുവരെ ജാസ്മിന് ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് 2-ലാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ശ്രീതു ആണ്. 3,12,885 വോട്ടുകളാണ് ഇതുവരെ ശ്രീതുവിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. ടോപ്പ് 3-ലാണ്. നാലാം സ്ഥാനത്തുള്ളത് അർജുൻ ആണ്. 2,36,445 വോട്ടുകളാണ് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ടോപ്പ് 4-ലാണ്. അഞ്ചാം സ്ഥാനത്തുള്ളത് അഭിഷേക് ആണ്. 2,27,392 വോട്ടുകളുമായി ടോപ്പ് 5-ൽ സേഫ് സോണിലാണ് അഭിഷേക്. ആറാം സ്ഥാനത്തുള്ളത് ആൻസിബയാണ്. 2,22,751 വോട്ടുകളുമായി ടോപ്പ് 6-ൽ സേഫ് സോണിലാണ്. ഏഴാം സ്ഥാനത്തുള്ളത് ഋഷിയാണ്. 1,56,613 വോട്ടുകളുമായി ഡേഞ്ചർ സോണിലാണ് ഋഷിയുള്ളത്. എട്ടാം സ്ഥാനത്തുള്ളത് അപ്സരയാണ്. 1,37,791 വോട്ടുകളുമായി ഡേഞ്ചർ സോണിൽ തുടരുകയാണ് അപ്സര ഇപ്പോഴും. ഒൻപതാം സ്ഥാനത്തുള്ളത് റസ്മിനാണ്. 1,21,848 വോട്ടുകളുമായി ഡേഞ്ചർ സോണിൽ തുടരുകയാണ് റസ്മിൻ ഇപ്പോഴും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോയും ജാസ്മിനും തന്നെയാണ്. ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള ജനപിന്തുണ തന്നെയാണ് ഇരുവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറവ് വോട്ടുകളുമായി നിൽക്കുന്നത് ഋഷി, അപ്സര, റസ്മിൻ എന്നിവർ തന്നെയാണ്. ഇവർ മൂവരിൽ 1-2 പേരാണ് ഇപ്രാവശ്യം പുറത്തു പോകാൻ സാധ്യത കാണുന്നത്. എവിക്ഷൻ ഉണ്ടെങ്കിൽ. എവിക്ഷൻ ഇല്ലെങ്കിൽ ഇതേ മത്സരാർത്ഥികൾ തന്നെ അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നത്. എന്തായാലും ശനിയാഴ്ച ലാൽ സാർ ഇല്ലാത്ത സ്ഥിതിക്ക് ഞായറാഴ്ച ലാൽ സാർ വരുമെന്നും എപ്പിസോഡ് പഴയതുപോലെ നടക്കുമെന്നും എവിക്ഷൻ പ്രക്രിയ നടക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി രാത്രി 10 മണിക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.